ഈ ഒരു വീഡിയോ ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു ഉത്തരാഖണ്ഡിൽ നടന്നൊരു സംഭവമാണ്. ഒരു ബാബ, ഒരു മുസ്ലിം ബാബ അവിടെ ഒരു 30 വർഷമായിട്ട് ഒരു കട നടത്തുന്ന ബാബയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചത് ഷോപ്പിന് ബാബ എന്നാണ്. അപ്പോൾ അവിടെയുള്ള സംഘികൾക്ക് അത് പിടിച്ചിട്ടില്ല ബാബ എന്ന് വെച്ചത്. അപ്പോൾ ആ ബാബയുടെ പേര് ചേഞ്ച് ആക്കണമെന്ന് അയാളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി കുറച്ച് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ എപ്പോഴാണ് നിങ്ങളുടെ പേര് മാറ്റാൻ പറഞ്ഞ് എന്തുകൊണ്ട് മാറ്റിയിട്ടില്ല എന്ന് ഭീഷണിപ്പെടുത്തി അവിടെ. അപ്പോൾ അവിടെ ഒരു മകൻ സൈഡിൽ നിന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞ് ഞങ്ങളുടനെ മാറ്റാം ഇങ്ങനെ പറയുന്നു. അവിടെ കയ്യാങ്കൾ ഇങ്ങനെ വാക്ക് തർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത് ഷോപ്പിൽ ജിമ്മ് മാസ്റ്ററായിട്ട് പുറത്തേക്ക് വന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ ബാബ എന്ന പേര് ഞങ്ങളോട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ പേര് മാറ്റിക്കുന്നത്, എന്താണ് പ്രശ്നം? അവിടെ ദൂരെ കാണിച്ചിട്ട് അവിടെ ബാബ എന്ന് എഴുതിയിട്ടില്ല, അത് മാറ്റാതെ ഈ 30 വർഷമായിട്ട് നിങ്ങൾ എന്താണ് മാറ്റാൻ ഇവരോട് പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഹിന്ദുവിൻ്റെതാണ്, ഹിന്ദുവിൻ്റെ പേര് അങ്ങനെ ബാബ എന്നാണ്, അത് ഇവിടെ പറ്റില്ല. അപ്പോൾ അയാൾ ചോദിക്കുന്നത്, അത് ഹിന്ദുക്കൾക്ക് അവിടെ ബാബ എന്ന് പേരിടാം, മുസ്ലിങ്ങൾക്ക് പറ്റില്ല, അതെന്താണ് നിങ്ങളുടെ എന്താണ് ഉദ്ദേശം എന്നിങ്ങനെ ആളിങ്ങനെ ചോദിക്കുമ്പോൾ കൂടിയ ആൾക്കാർ അയാളുടെ പേര്, നിൻ്റെ പേരെന്തെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ജിമ്മ് മാസ്റ്റർ അവിടെ ഒരു പേര് പറയുന്നുണ്ട്. ആ പേരങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മളെ രോമം എണീക്കാണ്. രോമം സിനിമയിൽ ഹീറോ വരുന്ന ആ രോമം ഒന്നല്ല, അതിനേക്കാൾ 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി രീതിയിൽ നമ്മളെ രോമം എണീച്ച് നിൽക്കുകയാണ്. ആ ദീപക് എന്ന മനുഷ്യൻ പേര് പറയുന്നത് മുഹമ്മദ് ദീപക് ആണ്. ആ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മളെ രോമണീക്ക് എന്ത് പേര്, മുഹമ്മദ് എന്നാണ് ചേർത്ത് ദീപക്, ഞാനൊരു മനുഷ്യൻ എന്നാണ്. അപ്പോൾ അവർക്ക് ആ മുഹമ്മദ് എന്ന പേര് കേട്ടപ്പോൾ കൂടുതൽ കലിയിടങ്ങി. അയാൾ പറയും, നീ ആരാണ് ചോദിക്കാൻ, അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഈ ജിമ്മു മാസ്റ്റർ പിന്നും കുറച്ചും ആവേശത്തോടു കൂടി നീ എൻ്റെ കണ്ണ് മുട്ടുന്നെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് അവരെ ഓടിക്കുകയാണ്. അയാളെ അങ്ങനെ കയ്യേറ്റം കഴിയുമ്പോൾ ഇയാളെ കയ്യേറ്റം ഇങ്ങനെ കാണുമ്പോൾ അവരൊക്കെ പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. അതാണ് ഇന്നത്തെ ഇന്ത്യ അല്ല ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന യഥാർത്ഥ ഇന്ത്യയുടെ ഹീറോയാണ്. ലോകം മുഴുവനും സോഷ്യൽ മീഡിയ മുഴുവനും കത്തി തീട്ട് എന്ന് പറയുന്നില്ല, അതുപോലെ ഇന്ന് മുഹമ്മദ് ദീപക് ഇന്ന് മൊത്തം കത്തി തിളങ്ങുകയാണ് ഇന്ത്യയിൽ. ഇതുപോലുള്ള യുവാക്കൾ, ഇതുപോലുള്ള ആൾക്കാരാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് പറഞ്ഞ് കൂടുതൽ പോസ്റ്റ് ഇടുന്നത് മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ്. ഏറ്റവും നല്ല ഹിന്ദുക്കൾ, അതാണ് ഇവിടെ ഹിന്ദുക്കളല്ല നമ്മുടെ ശത്രു. ഏറ്റവും കൂടുതൽ ഹിന്ദു ഉള്ള രാജ്യം, അവർ ഏറ്റവും നല്ലൊരു ഹിന്ദു തന്നെ. പക്ഷേ ഹിന്ദുത്വം അതുപോലെ സംഗീതമുള്ള കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തിയാൽ നമ്മൾ ഈ രാജ്യത്ത് അഭിമാനിക്കണം. ഇത്രയും നല്ലൊരു രാജ്യത്തെ കുട്ടിച്ചോറാക്കാനും വർഗീയമുണ്ടാക്കുമ്പോൾ കാണുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരുപാട് ഹിന്ദുക്കൾ ആ മനുഷ്യനെ ഇന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുകയാണ്. ഇതുപോലുള്ള മനുഷ്യർ ഇനിയും വരട്ടെ. ഇന്ത്യ ലോക ജനതക്ക് ആ മഷാൽ ഇതുപോലുള്ള ആൾക്കാരുണ്ട് എന്ന് ലോകം തന്നെ ആ മനുഷ്യനെ ഇന്ന് സല്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് വേണ്ടത്. മുസ്ലിങ്ങളെ താടി കണ്ട്, മുസ്ലിങ്ങളുടെ തൊപ്പി കണ്ട് പേര് ചേഞ്ച് ആക്കാനും, മുസ്ലിമിൻ്റെ പേര് കണ്ട് വർഗീയ കലാപം ഉണ്ടാക്കാനും, ബീഫിൻ്റെ പേരിലും ഒക്കെ വെട്ടിതാക്കുമ്പോൾ കണ്ണ് തുറപ്പിക്കണം. ഇതുപോലുള്ള നന്മ കാണുമ്പോൾ എല്ലാവരും കണ്ണ് നിറയുകയാണ്. മാഷാ അല്ലാഹ്, ഇതുപോലുള്ള യുവാക്കൾ ഇനിയും ഹിന്ദുത്വത്തിൻ്റെ അവർക്ക് ഭീഷണിപ്പെടുത്തുന്ന മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദു ജനങ്ങൾ എന്ന് വരട്ടെ. എന്തൊരു രാജ്യമാണ് നമ്മുടേത്. നമ്മൾ അഭിമാനം കൊള്ളേണ്ട ഈ ഒരു രാജ്യത്തെ ഇങ്ങനെ കുട്ടിച്ചോറാക്കുന്നവർക്കെതിരെ ഇനി ശബ്ദിക്കാൻ ഇതുപോലുള്ള ദീപകുമാർ വരട്ടെ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം ഇൻഷാ അല്ലാഹ്.